ബനിയ സ്ട്രീറ്റ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്സ്പോയിലേക്ക് പോയപ്പം ഞാൻ ക്യാമറ പിടിച്ചു, അച്ചാച്ചനാണ് എന്നെ വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് തന്നെ പറ്റി പോകുന്ന വഴിക്കുള്ള റോഡ് ഒന്നും കിട്ടിയില്ല, കാരണം മൊത്തം ഷെയ്ക്കായി ആകെ കുളമായിരുന്നു. അപ്പോൾ ഇപ്പം പുള്ളി പുള്ളി വരുന്നത് നീ വണ്ടി ഓടിക്കുക, ക്യാമറ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ആട്ടെ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യത്തിനൊന്നും അല്ല, ഒരു കട വരെ പോവാം, എന്നാലും നമുക്ക് നൈറ്റ് ഡ്രൈവ് രസമല്ലേ, അപ്പം അതിൻ്റെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാൻ ഓർത്തു. ഇപ്പോൾ നമ്മൾ വർഷ സിഗ്നലിലെത്തി, ലുലുവിൻ്റെ ഒക്കെ അടുത്ത്. ഓൾറെഡി കുറച്ച് ബ്ലോക്കൊക്കെ കാണുന്നുണ്ട്. ദുബായിലാണെങ്കിൽ പിന്നെ രാത്രി 2 മണിക്കും പുറത്തിറങ്ങുമ്പോൾ നമ്മളോർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അച്ഛാ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഇല്ലേ, ഇതാ നോക്കിയാ, അവിടെ നമുക്ക് എന്നാ ഒരു പ്രാവശ്യം വരണേ, കണ്ടിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കണം. അവിടെ ഇങ്ങനെ ഹോട്ട് പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റോ മീറ്റ് ഇട്ട് കുക്ക് ചെയ്തൊക്കെ കഴിക്കുന്നത്, ആ ഒരു രസമുള്ള കാര്യമായിരിക്കും. ഇവിടെ ക്യാമറ പിടിച്ച ഒരാള് അന്ന് എന്തെങ്കിലുമൊക്കെ പറയാണ്. ഞാൻ എന്നാ പറയണ, സിഗ്നലിൽ കിടക്കുന്നു, നമ്മൾ വണ്ടി ഓടിക്കുന്നു. ഇത് കൂടുതൽ എന്നാ വിശേഷം പറയാനാ, സ്ഥലം എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ വിശേഷം പറയാം അല്ലേ. ഇത് പറ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ റേഡിയോ ഓണിട്ടോ, അല്ല നമുക്ക് എന്നാ പറയാനോ ഒന്നുമില്ല. ഇതേ നോക്കിയേ ബ്ലോക്ക്, ഇതാണ് ഇവിടുത്തെ വിശേഷം. ലേബറേഴ്സ് ഒക്കെ പോകുന്ന വണ്ടി ആ റൈറ്റിൽ കാണുന്ന ബസ്സിൽ നിറച്ച് അത്യാവശ്യം ദേഹാധ്വാനം ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ പോകുന്ന മനുഷ്യര്. നമ്മളിങ്ങനെ ചാനല് തുടങ്ങുന്നു, വ്ളോഗ് തുടങ്ങുന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ പണ്ട് വല്ല നല്ല സ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതൊക്കെ വീഡിയോ പിടിച്ച് വെക്കായിരുന്നില്ലേ. ഇതിപ്പോൾ നമ്മൾ എന്താ കരാമ ബനിയ സ്ട്രീറ്റൊക്കെ പിടിച്ചു വെക്കുക വ്ളോഗായിട്ട്. നമ്മുടെ നാട്ടിലെ അരണ്ടർ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടപ്പോൾ അതിൽ കൂടെ കുത്തി കയറ്റുന്നുണ്ട് ഒരാള്. ഞാൻ പിന്നെ വിട്ടു കൊടുക്കും, ഞാൻ വലിയ വൻ ഡ്രൈവിംഗ് എക്സ്പേർട്ട് ഒന്നും അല്ലാത്തതുകൊണ്ട് കുത്തിക്കേറ്റേണ്ടവർക്കും എളുപ്പത്തിൽ പോകേണ്ടവരൊക്കെ പൊക്കോട്ടെ എന്ന് ഓർക്കും. നമുക്ക് ധൃതിയൊന്നുമില്ലപ്പാ. ബോളച്ചനാണെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ, ഒരു ഇഞ്ച് പോലും കൊടുക്കാതെ വണ്ടി ഇടിച്ചാലും വേണ്ടില്ല, ആർക്കും സ്ഥലം കൊടുക്കൂല. അപ്പം നമ്മളിനി ഇവിടെ 90 കിലോമീറ്റർ, അപ്പം നമുക്കൊരു 100-ലൊക്കെ പോവാം. പിന്നെ ഞാൻ വണ്ടി മേടിച്ചതിൻ്റെ കഥ പറയട്ടെ. വണ്ടി മേടിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വണ്ടി നമ്മൾ നല്ലോണം ഒന്ന് ഓടിച്ചൊന്ന് തെളിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ നാട്ടിൽ നമ്മൾ സ്വന്തം വണ്ടി ഓടിക്കുമായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പം സെറ്റപ്പ് ഒന്ന് വേറെയാണ്, നമുക്കൊരു ചെറിയ പേടിയൊക്കെ വരും. കാരണം വണ്ടികളൊക്കെ നല്ല സ്പീഡിൽ പോകും, പയ്യെ ആലോചിച്ച് അങ്ങനെയൊന്നും പോക്കൊന്നും നടക്കൂല. അപ്പം ഞാൻ ലൈസൻസ് എടുത്ത കഥയാണ് ഏറ്റവും കോമഡി. എത്രയാ 4-5 പ്രാവശ്യമൊക്കെ പൊട്ടി, അവസാനം കരഞ്ഞ്. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചെന്ന് പറയാൻ പറ്റില്ല, വേറെ വഴിയില്ലായിരുന്നു. കഷ്ടപ്പെട്ട് കിട്ടിയ ലൈസൻസ് ഇതാണ്. കാരണം എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ആ ഒരു അറബിക്കുപ്പായൊക്കെ ഇട്ട് ആജാനുബാഹുവായിട്ടുള്ള മനുഷ്യർ വന്നിട്ട് എൻ്റെ സൈഡിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ കിളി പോകും. പിന്നെ എനിക്ക് പേടിയാ. അങ്ങനെയാണ് ഞാൻ മിക്കവാറും എൻ്റെ ലൈസൻസ് പൊട്ടിയത്. അപ്പം അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ലൈസൻസ് എടുത്തായതുകൊണ്ട് പിന്നെ എന്തായാലും നമ്മൾ വണ്ടി ഓടിച്ചേ പറ്റുള്ളൂ എന്ന് ഒരു മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്, എന്താണേലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ. നാട്ടിലൊക്കെ ആണെങ്കിലേ നമ്മൾ ലൈസൻസ് എടുക്കുന്ന അത് പിന്നെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ലൈസൻസ് എടുത്തു, അത് വലിയ വിഷയമൊന്നും ആയിരുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പയ്യെ ഓടിക്കാം, തോന്നിടത്ത് പാർക്ക് ചെയ്യാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ലാത്ത ഗ്യാപ്പിലൊക്കെ കയറി പാർക്ക് ചെയ്തൊക്കെ ഇടുകയൊക്കെ ചെയ്യാമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റൂൾസൊക്കെ ആയതുകൊണ്ട് എൻ്റെ വിചാരം ഭയങ്കര പാടായിരിക്കും എന്നൊക്കെയായിരുന്നു. അപ്പം ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങളോട് വേണ്ടി ഞാൻ പറയാം കേട്ടോ, ഇപ്പോൾ സ്ത്രീകൾ ആരെങ്കിലൊക്കെ ദുബായിൽ ലൈസൻസ് എടുക്കാൻ പ്ലാൻ ഉണ്ട്, സെക്കൻഡ് തോട്ട്സ് ഉള്ളവർക്ക് പറയാം, വലിയ പാടൊന്നുമില്ല ദുബായിൽ ലൈസൻസ് എടുക്കാൻ.
പിന്നെ എന്നാ പറയാ, ഈ ഇങ്ങനെ അറബികൾ വന്ന് വലിയ ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ. ഇൻസ്ട്രക്ടേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവ് ടെസ്റ്റിംഗ് ഒക്കെ വരുന്നവരൊന്നും വലിയ ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കില്ല. ഇൻസ്ട്രക്ടേഴ്സ് അല്ല, ടെസ്റ്റിന് വരുന്ന ആൾക്കാർ വലിയ ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കത്തില്ല. പിന്നെ അവരുടെ യൊല്ല യൊല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിക്കാണ്ട് കുലുങ്ങാതൊക്കെ ഇരുന്നാൽ പെട്ടെന്ന് കിട്ടും. അല്ലാണ്ട് എന്നെ പോലെ അവരെ കണ്ട് പേടിച്ചോണ്ടാണ് 3-4 പ്രാവശ്യം പൊട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കുക. കാരണം പിന്നെ അല്ലെങ്കിൽ ഒരു കുറേ നാളത്തെ ഗ്യാപ്പ് വരത്തില്ലേ, പിന്നെ നമുക്ക് തിരിച്ചു ചെല്ലുമ്പോൾ പിന്നെയും പേടിയായിരിക്കും. അതുകൊണ്ട് ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നാട്ടിൽ ഞാൻ കുറച്ചൊക്കെ ഓടിക്കുമായിരുന്നു. ഓഫീസിലൊക്കെ വണ്ടി സ്വയം ഓടിച്ചൊക്കെ പോയി വരുമായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ആകുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കംഫർട്ട് വരുമല്ലോ. ഇതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്നാ വെച്ചാൽ അച്ചാച്ചൻ്റെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓടിക്കും. അച്ചാച്ചൻ്റെ വണ്ടിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ബ്ലൈൻഡ് സ്പോട്ട്സ് ആണ്. അത് എന്നെ പോലെ അമച്വർ ആയിട്ടുള്ള ഡ്രൈവേഴ്സിനൊന്നും പറ്റുമൊന്നുമില്ല. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കും പുള്ളിയുള്ളപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിപ്പോൾ ഒന്ന് ഓടിച്ച് തെളിയാൻ വേണ്ടി ഞാനിപ്പോൾ ഇതിൽ ഓടിക്കുന്നത്. ഇതിലൊന്ന് കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ നമുക്ക് എനിക്കൊരു വണ്ടി എടുക്കാമെന്ന്. ഒരു കൊച്ചു വണ്ടിയോ വലിയ വണ്ടിയോ എന്നാ വെച്ചാൽ നമുക്ക് എടുക്കാനുള്ള പ്ലാനാണ്. അപ്പം എന്നോട് അച്ഛൻ പറയാ, നീ ഡ്രൈവിങ് 100% എപ്പോഴാണ് കംഫർട്ടബിൾ ആവുന്നത് അപ്പോൾ വണ്ടി മേടിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം തനിക്ക് എനിക്ക് ഒരു കാലത്തും വണ്ടി മേടിച്ചു തരാൻ ഉദ്ദേശമില്ലേ? കാരണം ഡ്രൈവിങ് എനിക്ക് അങ്ങനെ അതില്ല അത്ര. പക്ഷെ എന്തായാലും ഉണ്ടല്ലോ, എനിക്ക് രാത്രിയിൽ ദുബൈയിൽ വണ്ടി ഓടിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ കുറേ ലൈറ്റ്സും അതും ഇതൊക്കെ വരുമ്പോൾ ഒരു വീഡിയോ ഗെയിമിൽ നമ്മൾ വണ്ടി ഓടിക്കില്ലേ, ആ ഒരു ഫീലിംഗാണ്. എനിക്ക് മാത്രമാണോ എനിക്കറിയില്ല കേട്ടോ, എനിക്കങ്ങനെ തോന്നുന്നു. എസ്പെഷ്യലി നമ്മൾ ഷെയ്ഖ് സായർ റോഡിൽ കൂടെ ഒക്കെ രാത്രിയിൽ ഓടിക്കുമ്പോൾ. നമ്മളിപ്പോൾ മൽഖീൽ റോഡിൽ കൂടെ അപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ അൽഖീൽ റോഡ് വഴി പോകുന്നതുകൊണ്ട് നമുക്ക് 120 ഓടിക്കാം. ഇതിപ്പോൾ ഞാനും അച്ചാച്ചനും മാത്രമേ വണ്ടിയിലുള്ളൂ. നമ്മളിന്ന് കുട്ടികളെ കൊണ്ടുവന്നില്ല. കുട്ടികളും ഞങ്ങളുമായിട്ട് 2 ദിവസം ഭയങ്കര നിരക്കുമായിരുന്നു, നാട് നിരക്കുമായിരുന്നു. ഇന്നലെ ആണെങ്കിൽ വൈകുന്നേരം ഇവിടെ പോയി. എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് ദുബൈയിൽ. ഒരിക്കൽ നമുക്ക് അവിടെ നിന്ന് വ്ളോഗ് ചെയ്യാം കേട്ടോ. വെറുതെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ജുമേറ ബീച്ചിൽ പോയിട്ട് ചുമ്മാ ഇരിക്കുന്നത്. ഡു നത്തിങ് അറ്റ് ഓൾ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡു നത്തിങ്. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഡു നത്തിങ് പ്ലാനിലാണ് പോയത്. പക്ഷെ പിള്ളേർ കിടന്ന് വെള്ളത്തിൽ മറിഞ്ഞ് മണൽ മറിഞ്ഞ്, അത് കഴിഞ്ഞ് മണൽ കളച്ചിലും കാറ് തുടയ്ക്കലും പിള്ളേരെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുൾ ആ ഒരു ഫീലിംഗ് അങ്ങ് പോയി. നമ്മൾ മടുത്തു, ശരിക്കും മടുത്തു. അപ്പം ഞങ്ങൾ ഓർത്തു ഇന്നിപ്പോൾ വൈകുന്നേരം, ഇപ്പോൾ അത്യാവശ്യം വൈകുന്നേരം ആയില്ല, അപ്പോൾ അവർക്ക് ഉറക്കമൊക്കെ ആയിക്കാണ്. കാരണം ഇന്ന് നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അവിടെ പോയി കുറേ കളിച്ചു പിള്ളേർ. അപ്പം ഞാൻ ഓർത്തു ഇന്നിപ്പോൾ അവരവിടെ ഇരിക്കട്ടെ, നമുക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരാമെന്ന്. അവർക്കൊരു റെസ്റ്റ് വേണമല്ലോ. അപ്പം ഞങ്ങൾ വീട്ടിലിടുന്ന ഉടുപ്പിൽ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ അവർക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല, അവർ ഓർക്കും തൊട്ടടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവരെ പറ്റിച്ച് നമ്മൾ ഇറങ്ങി. അവർ വീട്ടിൽ പെപ്പാപ്പിക്ക് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ആദ്യമൊക്കെ ദുബൈയിൽ വന്നപ്പോൾ ഭയങ്കര നാട് മിസ്സിങ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ മനസ്സിലാവും. എനിക്ക് നാട്ടിലെ കൂട്ടുകാരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുമായിരുന്നു. പിന്നെ നാട്ടിലെ പച്ചപ്പും, ഞാൻ പച്ചപ്പെന്ന് പറയുമ്പോൾ ഇവിടെ ചിലരൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കും, ഓ ഒരു പച്ചപ്പുകാരി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പായൽ മേടിച്ച് വീട്ടിൽ പിടിപ്പിക്കാൻ പറയും. അച്ചാച്ചൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് കളിയാക്കും.
അപ്പോൾ എന്നാ അങ്ങനെ എനിക്ക് നാട് മിസ് ചെയ്യുമായിരുന്നു. കുറച്ച് അധികം നാളെടുത്തു എനിക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാനായിട്ട്. ഇപ്പോൾ എനിക്ക് ദുബായ് ഇഷ്ടമാണ്. അതായത് വേറൊരു ലോകത്താന്നൊരു ഫീലിംഗ് ഒന്നും ഇല്ല. അപ്പം എനിക്ക് നാടും ഇഷ്ടമാണ്, ഇവിടെ ഇഷ്ടമാണ്. അവിടെ പോകണോ ഓക്കെ, ഇവിടെ നിൽക്കണോ ഓക്കെ, അങ്ങനെ ഒരു ഫീലിംഗ്. എല്ലായിടും സന്തോഷം, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഫേസ് ഉണ്ടാവുമല്ലോ. വേറെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വേറെ രാജ്യത്ത് വരുമ്പോൾ കുറച്ച് നാൾ നമ്മൾ അവിടെ ഇല്ല, ഇവിടെ ഇല്ലാത്ത ഫീലിംഗാണ്. അതായത് ശരീരം ഇവിടെയാണ്, പക്ഷെ മനസ്സെപ്പോഴും നാട്ടില്ല. എസ്പെഷ്യലി ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് നാട്ടിലായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. അതൊക്കെ ഇപ്പം മാറി കേട്ടോ. കുറച്ച് സമയം എടുത്തു, പക്ഷെ ഇപ്പം മാറി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ മിസ് ചെയ്യായിരിക്കും എനിക്ക് തോന്നുന്നു. അതാണ് മനുഷ്യരും, എസ്പെഷ്യലി മലയാളികൾ എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും അവരവിടെയെങ്കിലും ലയിച്ച് ചേരും അല്ലേ. സന്ധ്യ ആയതുകൊണ്ടാണ് ഭയങ്കര എന്താണ് ഇതിന് പറയുന്നത് ചേച്ചാ, തത്വമല്ലല്ലോ, ബെസ്റ്റ് ആളോടെ ചോദിക്കുന്നത്. എന്തിനു സാഹിത്യം, ഭയങ്കര സാഹിത്യം. നമ്മളിപ്പോ ഒരു ടണലിൽ കയറി, കുട്ടി ടണൽ. ഏത് ടണലാ ചേച്ചാ? ബനിയ സ്ട്രീറ്റിന്റെ കുട്ടി ടണലിൽ നമ്മൾ കയറി. എന്റെ സ്പീഡ് ഒരു കൊഞ്ചം ഓവറാന്ന് തോന്നുന്നില്ലേ ചേച്ചാ? ഒന്ന് ഉറക്കം പറയാവോ? നമ്മളിപ്പോൾ ഡേറ സിറ്റി സെന്റർ സിഗ്നലിലെത്തിയേ. ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ ചേച്ചാ നമ്മള്? ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് ഇവിടെ വന്ന് സ്ഥലം എന്താ ചേച്ചാ? പാപ്പ റോട്ടിയിലെ ബണ്ണെന്ന് പറയുന്നത് ബണ്ണ് എന്ന് പറയും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ ബണ്ണും അതിൽ തേൻ ഒഴിച്ചിട്ടുള്ള ബണ്ണ് കിട്ടും, പാപ്പ റോട്ടി. അപ്പോൾ അവിടെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും കുട്ടികളും ഒന്നൊരു ചെറിയൊരു ചുറ്റൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയി. കാരണം ഇവിടെ ഒന്നും അത്ര സേഫ് അല്ല, ഇവിടെയൊക്കെ ഒത്തിരി കൊറോണയൊക്കെ ഉള്ള സ്ഥലം. അപ്പം ഒരു കാര്യത്തിന് വേണ്ടി വന്നു പെട്ടെന്ന് പോയി. നമ്മളിപ്പോൾ കോർണിഷ് ഏരിയയിലാണേ. കോർണിഷ് എന്ന് പറയുമ്പോൾ മനസ്സിലൊരു നല്ലൊരു ഫീലിംഗ് വരും. കാരണം നമ്മൾ ഷാർജയിൽ ആദ്യം ഇവിടെ വന്നപ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് മാസം ഷാർജയിൽ നിൽക്കേണ്ടി വന്നു. കാരണം അച്ഛൻ്റെ ജോലി അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കോർണിഷ് ഉണ്ട്. അവിടെ ഷാർജയിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല, ക്യാമ്പസ്. പക്ഷെ കൂട്ടുകാരൊക്കെ നല്ല സന്തോഷമായിരുന്നു. പക്ഷെ പുറത്ത് ഒരു വലിയ ലുക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നേ. അപ്പോൾ ഈ കോർണിഷാണ് അവിടെ ഒരു രസം, പോവാനും നടക്കാനും ഒക്കെ ഒരു രസമായിരുന്നു. പിന്നെ ആ സമയത്ത് വന്നല്ലേ ഉള്ളൂ, അപ്പോൾ എനിക്ക് കുറച്ച് നാട് മിസ്സിങ്ങും മറ്റൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ എന്താ പറയുക, സങ്കടങ്ങളൊക്കെ തീർക്കുന്ന സ്ഥലം അവിടെയായിരുന്നു. അവിടെ പോയിരുന്ന് എനിക്ക് എന്ത് സങ്കടം തീർക്കണമെങ്കിലും ഉടനെ എന്തെങ്കിലും വാട്ടർ ബോഡി വേണം, ഭയങ്കര നിർബന്ധം. വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ. കുറച്ച് നേരം വാട്ടർ ബോഡി കുറച്ച് കാറ്റൊക്കെ അടിച്ചിരുന്ന സോറി, ഞാനൊരു സിഗ്നൽ വെട്ടിച്ചാണ് നിങ്ങൾ കണ്ടത്. അപ്പം നമ്മൾ കടയിലൊക്കെ കയറി തിരിച്ചു വന്നു. കടയിൽ നിന്ന് ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോയതാട്ടോ. പക്ഷെ എന്നാലും ഞാൻ ഓർത്തൊരു നൈറ്റ് ഡ്രൈവ് അല്ലേ, നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാൻ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് ഓർത്ത് ഇന്നൊരു വീഡിയോ എടുത്താണ്. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് വീടിനടുത്തെത്തി. ഒരു കടയിൽ നിന്ന് ഇപ്പോൾ ഒരു 3-4 പൊറോട്ട മേടിക്കാമെന്ന് ഓർത്തു, കാരണം നമ്മുടെ വീട്ടിൽ ബീഫ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ അതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു. ഇനി വീട്ടിൽ പോവുക, കുറച്ച് നേരം TV ഒക്കെ കാണുക, ഭക്ഷണം കഴിക്കുക, കിടക്കുക. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.